മോട്ടോർ സൈക്കിൾ ഡിസൈനിൽ ബിഗ് മോട്ടോർ സൈക്കിളിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള സ്മോൾ കപ്പാസിറ്റി മോട്ടോർ സൈക്കിളിനെ കുറിച്ച് ഓൾറെഡി ഞാനൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന് പറയുന്ന ഒരു തംബ്നെയിലായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാവും. ആ ഒരു വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ലിങ്ക് കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡിലും നമ്മൾ പറയാനായിട്ട് പോകുന്നത് ബിഗ് കപ്പാസിറ്റി മോട്ടോർ സൈക്കിളിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള സ്മോൾ കപ്പാസിറ്റി ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ. ഇത് ബോൾട്ട് ആൻഡ് നട്ട്. ഞാൻ ആൽബിൻ വർഗീസ്. എല്ലാവർക്കും ടോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫസ്റ്റ് മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് ഹോണ്ട CBR 250R അല്ലെങ്കിൽ ഹോണ്ട CBR 150R ആണ്. അന്ന് മുൻപ് ചെയ്ത പാർട്ട് 1 ഞാൻ ചെറിയൊരു തെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. CBR 250R എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ഡിസൈൻ ഇൻസ്പയർ ചെയ്തത് CBR 1000R എന്ന് പറയുന്ന മോഡലിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ള കാര്യം. പക്ഷെ അങ്ങനെയല്ല. CBR 250R എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ഡിസൈൻ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് CFR 1200R എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിളിനായിട്ടാണ്. ആ ഒരു മോട്ടോർ സൈക്കിളിന്റെ എക്സാക്ട് ഡിസൈൻ ആണ് CBR 250R. സീരീസ് വെച്ച് നോക്കുമ്പോൾ CBR 250R എന്ന് പറയുന്നത് CBR 1000Rന്റെ സീരീസ് ഒക്കെയാണ്. പക്ഷെ ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ CFR 1200Rന്റെ ഒരു എക്സാക്ട് കോപ്പിയാണ്. ഈ CFR 1200R എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ 2010 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. മാനുവലും ഓട്ടോമാറ്റിക്കും ആയിട്ടുള്ള ഒരു മോഡലാണ് CFR 1200. ക്ലച്ച് ലിവർ ഇല്ലാത്ത ഒരു മോഡലാണ്. നോർമൽ ആയിട്ടുള്ള നമ്മുടെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു കാർ ഓടിക്കുന്ന പോലെ ഈ ഒരു മോട്ടോർ സൈക്കിൾ നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ബൈക്ക് ഇറങ്ങിയപ്പോൾ വലിയൊരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കിൽ കിടന്നിട്ട് അറിയാതെ ഒരാൾ ആക്സിലേറ്റർ ഒക്കെ കൊടുത്തിട്ട് വലിയൊരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ആ ഒരു മോട്ടോർ സൈക്കിൾ CFR 1200Rനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് CBR 250R, അതുപോലെ തന്നെ CBR 150R. ഇനി അടുത്ത മോട്ടോർ സൈക്കിൾ 2019 ഇന്ത്യയിലേക്ക് വന്ന ഹസ്കവർണയുടെ സ്വാറ്റ്പില്ലൻ 250, അതുപോലെ തന്നെ വിറ്റ്പില്ലൻ 250 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളാണ്. ഈ ഒരു മോട്ടോർ സൈക്കിളും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് KTM തന്നെയാണ്. KTMന്റെ അണ്ടറിലുള്ള ഒരു കമ്പനിയാണ് ഹസ്കവർണയും അതുപോലെ തന്നെ ഗ്യാസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡും. അപ്പോൾ ഹസ്കവർണ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവരുടെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് കൂടിയിട്ടുള്ള സ്വാറ്റ്പില്ലൻ 701, സ്വാറ്റ്പില്ലൻ 401 ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഡിസൈനിനെ എക്സാക്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ് സ്വാറ്റ്പില്ലൻ 250 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ. ഇതുപോലെ തന്നെ വെറ്റ്പില്ലൻ 701, വിറ്റ്പില്ലൻ 401 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് വിറ്റ്പില്ലൻ 250. സോ ആ ഒരു ഡിസൈനിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു സത്യസന്ധത എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അപ്പോൾ വലിയ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ചെറുതായി കൊണ്ടുവരിക എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ട്. നമ്മളിപ്പോൾ പലരും വലിയ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. അറ്റ്ലീസ്റ്റ് ആ ഒരു ഡിസൈനെങ്കിലും ഇഷ്ടപ്പെടുന്ന ആളുകൾ കുറെ പേരുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു വലിയ മോട്ടോർ സൈക്കിളിന്റെ ഡിസൈനുള്ള ഒരു ചെറിയ മോട്ടോർ സൈക്കിൾ കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പല ബ്രാൻഡ്സും അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഈ ഒരു കാര്യത്തില് KTM, ഹസ്കവർണ അവരൊക്കെ കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ് ഉണ്ട് ആ ഒരു കാര്യം. ഇനി നമുക്ക് സ്വാറ്റ്പില്ലൻ 125 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളും ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉടൻ തന്നെ ഇന്ത്യയിലും ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നു. ഇനി സ്വാറ്റ്പില്ലൻ 125 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിന്റെ ആക്സസറീസിന്റെ വീഡിയോസ് വന്നിട്ടുണ്ട്. ആക്സസറീസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കിളി പോവും. അതുപോലെയുള്ള ആക്സസറീസ് ആണ് ഹസ്കവർണ ഈ ഒരു മോട്ടോർ സൈക്കിളിന് കൊടുക്കുന്നത്. അക്രോപോവിക്കിന്റെ സ്ലിപ്പ് ഓൺ എക്സോസ്റ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ റേസ് ഫുഡ് പെഗ്, ഫ്ലൈ സ്ക്രീന്, ഹെഡ്ലൈറ്റ് പ്രൊട്ടക്ടർ, കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ബ്രേക്ക്, അതുപോലെ തന്നെ ക്ലച്ച് ലിവർ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട് ഫെൻഡർ വന്നിട്ടുണ്ട്, പെറ്റൽ ഡിസ്ക്. ഇതെല്ലാം ഉള്ള ആക്സസറീസ് കിറ്റ് ചെയ്തിട്ടുള്ള മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് ലുക്കാണ്. ഒരു സ്റ്റോക്ക് ബൈക്കിൽ നിന്നും ഭയങ്കര അട്രാക്റ്റീവ് ആണ്. അപ്പോൾ സ്വാറ്റ്പില്ലൻ 125 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സെയിം അവരുടെ ബിഗ് കപ്പാസിറ്റി മോട്ടോർ സൈക്കിൾ ആയിട്ടുള്ള സ്വാറ്റ്പില്ലൻ 701 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിന്റെ ഡിസൈൻ തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത മോട്ടോർ സൈക്കിളിന്റെ ഡിസൈൻ നോക്കാം. അടുത്ത മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് KTMന്റെ 1290 സൂപ്പർ അഡ്വഞ്ചർ എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള അഡ്വഞ്ചർ 390, അതുപോലെ തന്നെ അഡ്വഞ്ചർ 250. ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് ഇപ്പോൾ 1290 സൂപ്പർ അഡ്വഞ്ചർ, 890 അഡ്വഞ്ചർ, 790 അഡ്വഞ്ചർ, ഈ ഒരു മോഡൽ എല്ലാം തന്നെ എക്സാക്ട് സെയിം ഡിസൈൻ ആണ്. അതാണ് KTMന്റെ ഒക്കെ ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെയിം വലിയ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ തന്നെ അതേ ഡിസൈനിൽ തന്നെ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ കൊണ്ടുവരാന്നുള്ളത്. ഇനി അടുത്ത മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് ഹോണ്ടയുടെ CB350 ഹൈനീസ് എന്ന് പറയുന്ന റോഡ്സ്റ്റർ മോട്ടോർ സൈക്കിൾ ആണ്. ഹോണ്ടയുടെ 1968 തൊട്ട് 1973 വരെയുള്ള ഒരു മോഡലാണ് CB350. ആ ഒരു മോഡലിന്റെ സെയിം ഡിസൈൻ ആയിട്ട് തന്നെയാണ് ഏറ്റവും പുതിയ CB350 ഹൈനീസ് കൊണ്ടുവന്നിട്ടുള്ളത്. ചെറിയ മാറ്റങ്ങളൊക്കെ ഒരു മോഡേൺ ആയിട്ടുള്ള ഡിസൈനിലേക്ക് വേണ്ടി മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ റോഡ്സ്റ്റർ ആയിട്ടുള്ള മോട്ടോർ സൈക്കിളിന്റെ ഡിസൈൻ എന്നൊക്കെ പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹോണ്ട അവരുടെ ആ ഒരു പഴയ മോട്ടോർ സൈക്കിളിനെ കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടി മോഡേൺ ആയിട്ട് കുറച്ചുകൂടി വൃത്തിയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്.
അടുത്ത മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് ഹോണ്ട ഹോർനെറ്റ് 2.0 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ആണ്. ഈ ഒരു ഹോണ്ട 2.0ന്റെ ഓൾഡ് മോഡൽ എന്ന് പറയുന്നത് ഹോണ്ട ഹോർനെറ്റ് 160 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ. ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഹോണ്ടയുടെ CB900F ഹോർനെറ്റ് എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിന്റെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, 2008 അപ്ഡേറ്റ് ചെയ്തിട്ടില്ല CB1000R അല്ലെങ്കിൽ ഹോർനെറ്റ് എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിന്റെ സെയിം ഡിസൈൻ ആണ്. സെയിം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ആ ഒരു ഡിസൈൻ തന്നെയാണ്, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഹോർനെറ്റ് 1000ന്റെ ഓൾമോസ്റ്റ് ആ ഒരു ഡിസൈനിൽ തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇനി അടുത്ത മോട്ടോർ സൈക്കിൾ യമഹയുടെ ക്രക്സ് എന്ന് പറയുന്ന ഒരു നോർമൽ കമ്മ്യൂട്ടർ മോട്ടോർ സൈക്കിൾ ആണ്. ഈ ഒരു മോട്ടോർ സൈക്കിൾ ഡിസൈൻ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് RD350, RX 135, RX 100 അങ്ങനെയുള്ള മോട്ടോർ സൈക്കിളിന്റെ ഡിസൈനോട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആണ്. പക്ഷേ ക്രക്സ് എന്ന് പറയുന്നത് ഒരു 4 സ്ട്രോക്ക് ആണ്. ഈ പറയുന്ന RD350, RX 135, RX 100 ഒക്കെ ഒരു 2 സ്ട്രോക്ക് ആയിട്ടുള്ള ഒരു മെഷീൻ ആണ്. പക്ഷേ ഡിസൈൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ക്രക്സിന്റെയും RX-ന്റെ ഒക്കെ ഓൾമോസ്റ്റ് സെയിം ഡിസൈൻ തന്നെയാണ്, ഒരു കമ്മ്യൂട്ടർ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആണ്. അടുത്ത മോട്ടോർ സൈക്കിൾ സുസുക്കിയുടെ ഇനാസുമ 250 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ആണ്. ഇന്ത്യയിലൊക്കെ ലോഞ്ച് ചെയ്ത് പോയ മോട്ടോർ സൈക്കിൾ ആണ് ഇനാസുമ 250. ഇന്ത്യയിലേക്ക് ഇപ്പോഴും വരുമോ എന്നൊക്കെ കുറെ പേര് ചോദിക്കാറുണ്ട്. ഈ ഒരു മോട്ടോർ സൈക്കിള് നല്ലൊരു മോട്ടോർ സൈക്കിൾ ആണ്, ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഇനാസുമ 250 എന്ന് പറയുന്നത് ഒരു 6 സ്പീഡ് ആയിട്ടുള്ള ട്വിൻ സിലിണ്ടർ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആണ്. പവർ എന്ന് പറയുന്നത് 24 bhp ആണ്. ടോർക്ക് എന്ന് പറയുന്നത് 22 Nm ഓഫ് ടോർക്ക് ആണ്. ഇനാസുമ 250 എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിൾ സുസുക്കിയുടെ തന്നെ ബീക്കിംഗ് എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിളിന്റെ ഡിസൈൻ ഇൻസ്പയർ ചെയ്ത് വന്നിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആണ്. ബീക്കിംഗ് ഒക്കെ ഇന്ത്യയിൽ അത്യാവശ്യത്തിന് ബീക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു 1340cc ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ഇന്ത്യയിലുണ്ട്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. അതിന്റെ എക്സോസ്റ്റ് ഒക്കെ കാണാനാണ് ടോട്ടലി ഡിഫറെന്റ്. എന്തായാലും എക്സോസ്റ്റ് ഒന്നും അതുപോലെ അല്ലെങ്കിലും ഫ്രണ്ട് ഫേസും അതുപോലെ തന്നെ സൈഡ് ഫയറിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ബീക്കിംഗ് എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിന്റെ ഡിസൈനിലാണ് ഇനാസുമ എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ഇന്ത്യയിൽ സുസുക്കി ലോഞ്ച് ചെയ്തത്. ഇപ്പോൾ ഇൻട്രൂഡർ എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിന്റെ ഓൾമോസ്റ്റ് ആ ഒരു വലിയ മോട്ടോർ സൈക്കിളിന്റെ ഒരു ചെറിയ ഡിസൈനായി കൊണ്ടുവന്ന പോലെ തന്നെയാണ് ബീക്കിംഗ് എന്ന് പറയുന്ന വലിയ മോട്ടോർ സൈക്കിളിന്റെ ഡിസൈനിൽ ചെറുതായി കൊണ്ടുവന്ന ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് കൊണ്ടുവന്ന മോഡലാണ് ഇനാസുമ 250. നെക്സ്റ്റ് മോഡൽ KTM RC8 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ഡിസൈൻ ഇൻസ്പയർ ചെയ്തിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആണ്. KTM RC 125, 200, 250, 390 ഈ ഒരു ഡിസൈൻസ് എല്ലാം. പക്ഷേ RC8ന്റെ ഫ്രണ്ട് ഫേസിനോട് ഒട്ടും ഒരു സെയിം ഡിസൈൻ എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ചില എലമെന്റ്സ് എല്ലാം RC8ൽ നിന്നും കോപ്പി എടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ബാക്കി എല്ലാത്തിനും RC സീരീസ് എന്ന് പറയുന്നത് ടോട്ടലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ സ്പൈ ഇമേജ് വന്നിട്ടുള്ള ഏറ്റവും പുതിയ RC സീരീസ് RC200, RC 390 എല്ലാം ഓൾമോസ്റ്റ് ആ ഒരു പഴയ RC8ന്റെ ഡിസൈനോട് ആ രൂപഘടനയോട് ഓൾമോസ്റ്റ് സെയിം ആയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് ആ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. RC 390യെ കുറിച്ച് പുതിയ RC 390യുടെ സ്പൈ ഇമേജ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് താഴെ കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലേ എന്നുള്ള കാര്യത്തിൽ. എന്തായാലും RC8ന്റെ ഡിസൈനോട് വളരെയധികം സാമ്യത ഏറ്റവും പുതിയ വരാൻ പോകുന്ന RC 390 സീരീസിനുണ്ട്. അപ്പോൾ എന്തായാലും വരാൻ പോകുന്നതേ ഉള്ളൂ, പക്ഷെ ഓൾമോസ്റ്റ് ആ ഒരു സെയിം ഡിസൈനിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തായിരിക്കും അവസ്ഥ എന്നുള്ള കാര്യം. നെക്സ്റ്റ് മോട്ടോർ സൈക്കിൾ റോയൽ എൻഫീൽഡിന്റെ ഇന്റർസെപ്റ്റർ 650 ആണ്. ഇന്റർസെപ്റ്റർ 650 എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിന് മുൻപുണ്ടായിരുന്ന റോയൽ എൻഫീൽഡിന് 1960ലും 1970ലും ഇടയിലുണ്ടായിരുന്ന ഫസ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള ഇന്റർസെപ്റ്റർ 700ന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. അതിനുശേഷം പിന്നീട് അപ്ഡേറ്റ് ചെയ്തിട്ട് ഇന്റർസെപ്റ്റർ 750 ആയിട്ട് ആ ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്നു. ഈ രണ്ട് മോട്ടോർ സൈക്കിളും ട്വിൻ സിലിണ്ടർ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ 650 ട്വിൻ എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ 2018 കൊണ്ടുവന്നപ്പോൾ ട്വിൻ സിലിണ്ടർ ആയിട്ടുള്ള പാരലൽ ട്വിൻ സിലിണ്ടർ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആയിട്ട് കൊണ്ടുവന്നു. അപ്പോൾ പഴയ റോയൽ എൻഫീൽഡ് ഇന്റർസെപ്റ്റർ എന്ന് പറയുന്നതും ഒരു റോഡ്സ്റ്റർ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ഡിസൈൻ ആണ്. അതുപോലെ തന്നെയാണ് ഏറ്റവും പുതിയ ഇന്റർസെപ്റ്റർ 650. ഇനി അടുത്ത മോട്ടോർ സൈക്കിൾ റോയൽ എൻഫീൽഡിന്റെ കോണ്ടിനൽ GT 650 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ആണ്. ആ ഒരു മോട്ടോർ സൈക്കിളിന്റെ ഡിസൈൻ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് 1960ലുള്ള കോണ്ടിനൽ GT 250 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. അതിനുശേഷം അതിനൊരു അപ്ഡേഷൻ 2010 വന്നിരുന്നു, GT 535 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ. പിന്നീട് 2018 അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്ന മോഡലാണ് കോണ്ടൽ GT 650 എന്ന് പറയുന്ന ഏറ്റവും പുതിയ പാരലൽ ട്വിൻ മോട്ടോർ സൈക്കിൾ. സോ ഒരു ഡിസൈൻ ഇൻസ്പയർ ചെയ്തിട്ട് ആ ഒരു സീരീസ് അതുപോലെ തന്നെ കൊണ്ടുവന്ന മോട്ടോർ സൈക്കിളാണ് ഈ ഒരു കോണ്ടിനൽ GT എന്ന് പറയുന്നത്. എന്തായാലും കഫേ റേസർ ആണ്. ഈ ഒരു കഫേ റേസർ എന്ന് പറയുന്ന ഡിസൈനും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇനി പറയാൻ പോകുന്ന മോട്ടോർ സൈക്കിള് ഏകദേശം കൊല്ലങ്ങളായിട്ട് സെയിം ഡിസൈനിൽ കൊണ്ടുവരുന്ന മോട്ടോർ സൈക്കിൾ ഡിസൈനാണ്. ഒന്ന് റോയൽ എൻഫീൽഡിൻ്റെയും അതുപോലെ തന്നെ ഒന്ന് TVSൻ്റെയും മോട്ടോർ സൈക്കിളാണ്. ഏറ്റവും ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളാണ്. റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് 350. ആ ഒരു മോട്ടോർ സൈക്കിൾ 1931 മുതൽ 2021 വരെ സെയിം ഡിസൈനാണ്. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും
ഓൾമോസ്റ്റ് സെയിം ഡിസൈൻ ആണ്. എഞ്ചിനിലൊക്കെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. UC ആയിട്ടുള്ള എഞ്ചിൻ ആയിട്ടുണ്ട്, CE എഞ്ചിനിൽ നിന്നും UC ആയിട്ട് യൂണിറ്റ് കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള എഞ്ചിൻ ആയിട്ടുണ്ട്. എന്നിരുന്നാലും ഡിസൈൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ ബുള്ളറ്റ് എന്ന് പറയുന്ന മോഡൽ അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിൻ യൂസ് ചെയ്തിട്ട് പല സീരീസും കൊണ്ടുവന്നിട്ടുണ്ട്. എലക്ട്ര, അതുപോലെ തന്നെ മാച്ചിസിമോ, ക്ലാസിക്, അങ്ങനെ പല മോഡൽസും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു മോഡൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 1931 മുതൽ 2021 വരെ സെയിം ഡിസൈൻ ആണ്. അപ്പോൾ ആ ഒരു സെയിം ഡിസൈൻ കൊണ്ടുവന്നിട്ട് തന്നെ ആ ഒരു കസ്റ്റമേഴ്സിനെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കഴിവാണ്. അത് റോയൽ എൻഫീൽഡിന് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. ഇനി അടുത്ത മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് TVSന്റെ ഒരു മോട്ടോർ സൈക്കിളാണ്. റോയൽ എൻഫീൽഡിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും പഴക്കമുള്ള ഒരു ഡിസൈൻ ഒന്നല്ല. പക്ഷേ 1980 മുതൽ 2021 വരെ ഓൾമോസ്റ്റ് സെയിം ഡിസൈൻ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ TVS 50 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ആയിട്ടാണ് 1980 ഈ ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്തത്. 2 സ്ട്രോക്ക് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിരുന്നു ആ സമയത്ത്, 50cc ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ. അപ്പോൾ 2021 BS6 ആയിട്ടുള്ള TVS XL 100 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ TVS ഇപ്പോഴും സെയിൽ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് സെയിം ഡിസൈൻ തന്നെയാണ്. 50cc ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ഡിസൈനിൽ നിന്നും, അത് 2 സ്ട്രോക്ക് ആയിരുന്നു, ആ ഒരു ഡിസൈനിൽ നിന്നും 100cc ആയിട്ടുള്ള ഒരു 4 സ്ട്രോക്ക് മോട്ടോർ സൈക്കിൾ. സോ എന്തായാലും ഇതൊക്കെയാണ് ഡിസൈനിന്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ. കുറെ മോട്ടോർ സൈക്കിൾ ഡിസൈൻ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് അവരുടെ ഓൾഡ് ജനറേഷൻ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ഡിസൈൻ തന്നെയാണ്. അപ്പോൾ ഇനിയും ഇതിൽ ഏതെങ്കിലുമൊക്കെ മോട്ടോർ സൈക്കിൾ വരികയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത മോട്ടോർ സൈക്കിളിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളൂ. പുറമേ വന്നിട്ടുള്ള അല്ലെങ്കിൽ പുറമേ ലോഞ്ച് ചെയ്തിട്ടുള്ള മോട്ടോർ സൈക്കിൾ ഡിസൈൻ ഇൻസ്പയർ ചെയ്തിട്ടുള്ള വലിയ മോട്ടോർ സൈക്കിൾ, ചെറിയ മോട്ടോർ സൈക്കിൾ ഡിസൈൻ അതൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള പല മോട്ടോർ സൈക്കിൾ ഡിസൈനിന്റെയും ഇൻസ്പിറേഷൻ എന്ന് പറയുന്നതാണ് ഈ ഒരു വീഡിയോന്റെ ആശയം എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാവോ.